പക്ഷേ നമ്മുടെ ഒരു ഒറിജിനൽ ഒപ്പീനിയൻ നമ്മൾ പറയുന്ന ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. നമ്മുടെ ഒരു ഒബ്സർവേഷൻ, നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഈ ലേഖനത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഈ ലേഖനത്തിൻ്റെ ഏറ്റവും ഒരു ക്രീമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. മാത്രമല്ല അത് CPM അത് എൻഡോഴ്സ് ചെയ്യുകയും CPM അത് അംഗീകരിക്കുകയും ചെയ്തത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലേഖനം എൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്, that this transformation has begun to occur under a communist-led LDF government seems astonishing. അതായത് ഈ മാറ്റങ്ങളൊക്കെ കേരളത്തിലുണ്ടായത് ഒരു ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോഴാണ് എന്നത് വലിയ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് എൻറ്റയർലി സർപ്രൈസിങ്. അത് എന്നാൽ അത്ര അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. The communists in Kerala, like their counterparts in West Bengal at the beginning of the century, understood that the path to growth and prosperity for their people lies in capitalism, entrepreneurship and initiative, not in red flags, strikes and agitations. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം. ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കുറേ കാലമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകരെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവർ ഏറ്റവും വലിയ നിലയിൽ എതിർത്തുകൊണ്ടിരുന്ന ഒരു പ്രപ്പോസിഷൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ തരൂരിൻ്റെ നിലപാടിനെ, ആ ഒരു ഇതിനെ CPM സ്വാഗതം ചെയ്യുകയും CPM വിപ്ലവകരമായി ആഘോഷിക്കുകയും ചെയ്തു. ഇനി സാധാരണ കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഇംഗ്ലീഷ് അതുപോലെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നില്ല. അപ്പം ഞാൻ കേരളം ശശി തരൂരിൻ്റെ ലേഖനം ചർച്ച ചെയ്യണമെന്ന CPM നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ഞാൻ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരോട്, സഖാക്കന്മാരോട്, അതായത് ഇന്ന് നിങ്ങളുടെ നേതാക്കന്മാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പിണറായി വിജയൻ മുതൽ ഇങ്ങ് വന്നാൽ നിങ്ങളുടെ മുൻനിര നേതാക്കന്മാർ, അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാർ അംഗീകരിച്ച ഐഡിയോളജിക്കലായിട്ടുള്ള സ്റ്റാൻഡ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ദ കമ്മ്യൂണിസ്റ്റ് ഇൻ കേരള ലൈക്ക് ദ കൗണ്ടർപാർട്സ് ഇൻ വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. ദ പാത്ത് ടു ഗ്രോത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ഫോർ ദർ പീപ്പിൾ ലൈസ് ഇൻ ക്യാപിറ്റലിസം. നിങ്ങളെ ഒരുപക്ഷെ തലമുറകളോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് മുതലാളിത്തം എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറയുന്നത്, മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ വർഗശത്രുവാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന കാര്യം, ഒരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും അനിവാര്യവും ഏറ്റവും അഭികാമ്യവുമായ പാത എന്ന് പറയുന്നത് മുതലാളിത്തമാണ് എന്ന് ബംഗാളിലെ പാർട്ടിയെപ്പോലെ, ബംഗാളിലെ സഖാക്കരെ പോലെ കേരളത്തിലെ സഖാക്കന്മാരും അംഗീകരിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, പ്രോസ്പെരിറ്റി ടു ദ പീപ്പിൾ ലൈസ് ഇൻ ക്യാപിറ്റലിസം, എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇനീഷ്യേറ്റീവ്, നോട്ട് ഇൻ റെഡ് ഫ്ലാഗ്സ്, സ്ട്രൈക്സ് ആൻഡ് അജിറ്റേഷൻസ്. ചെങ്കൊടിയിലല്ല, ഈ സമരത്തിലും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലും സമരത്തിലും വിപ്ലവത്തിലും ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനവും വളർച്ചയും സാധ്യമാകുന്നത് മുതലാളിത്തം വഴിയാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇന്ന് പിണറായി വിജയൻ മുതൽ P. രാജീവ് വരെയുള്ള നേതാക്കന്മാർ ആഘോഷിക്കുന്നത്. കേരളം ചർച്ച ചെയ്യണം ഈ ലേഖനമെന്ന് ആവശ്യപ്പെടുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഈ പറയുന്ന കാര്യം കേരളത്തിലെ സഖാക്കന്മാരോട് മലയാളത്തിൽ, അവർക്ക് മലയാളം മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അംഗീകരിച്ചാൽ എനിക്ക് അവരോടുള്ള ആശയപരമായ എതിർപ്പിൽ വലിയൊരു ഭാഗത്തിന് മാറ്റം വരും, വലിയൊരു ഭാഗത്തിന്. കാരണം ഞങ്ങളൊക്കെ നാടിൻ്റെ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകണം, സാമ്പത്തിക വളർച്ചയുണ്ടാകണം, യുവാക്കൾക്ക് തൊഴിലുണ്ടാകണം, നമുക്ക് കുറച്ചുകൂടി നല്ല നിലയിൽ നമ്മുടെ ജീവിത സാഹചര്യം ഉയർത്താൻ കഴിയണം. അതിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഉദാരവൽക്കരണത്തിൻ്റെ, സ്വകാര്യവൽക്കരണത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ നയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ തലമുറകളോളം വേട്ടയാടി. അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും, ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലേക്ക് ഇതിനെ ഏറ്റെടുക്കാൻ കാരണം ഞാനും ഒരു പരിധി വരെ അത് അംഗീകരിക്കുന്നു. കാരണം ഞങ്ങളാരും പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ഒരു വിശ്വപൗരൻ്റെ സ്റ്റാറ്റസുള്ള അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള സ്റ്റേച്ചറുള്ള ശശി തരൂർ അത് പറഞ്ഞു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അവരത് അക്സെപ്റ്റ് ചെയ്തതിൽ ഈ വിഷയം
കേരളം ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കേരളത്തിലെ സഖാക്കന്മാരാണ് ചർച്ച ചെയ്യുന്നത്.